ഞാന് നല്ല രസകരമായിട്ടുള്ളൊരു ന്യൂസ് കണ്ടു. സംഭവം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് രസകരം പറയാനുള്ള റീസൺ ഞാൻ പറയാം. വയനാട് ദുരന്തം നമ്മളുടെ കേരള ബാങ്ക് വായ്പ എഴുതി തള്ളി എന്നും പറഞ്ഞുകൊണ്ട്. അത് എനിക്ക് രസകരമാണ് എന്ന് പറയാൻ കാരണം ശരിക്കും അതൊരു വലിയ നല്ല കാര്യമാണ്. പക്ഷെ നമ്മൾ ആലോചിച്ചു നോക്കുമ്പോൾ വയനാട് ദുരിതബാധിതരായവരുടെ വായ്പകൾ എഴുതിത്തള്ളാൻ കേരള ബാങ്ക് ഭരണസമിതി തീരുമാനിച്ചു. ചൂരൽ ചൂരൽമല ശാഖയിലെ വായ്പക്കാരിൽ മരിച്ചവരുടെയും ഈട് നൽകിയ വീട് വസ്തുക്കളും നഷ്ടപ്പെട്ടവരുടെ വായ്പകളാണ് എഴുതിത്തള്ളുക. ഞാൻ അങ്ങനെ ഒരു ന്യൂസ് ഇന്നലെ തന്നെ ഇത് വന്നപ്പോഴേ ഞാൻ ആലോചിച്ചു, ഈ മരിച്ചവരുടെയും അതേപോലെ തന്നെ ഇതുപോലെ ഭൂമിയേ ഇല്ല, അവിടെ ഒന്നുമില്ല, വീടടക്കം എല്ലാം നഷ്ടപ്പെട്ടു. എഴുതി തള്ളാതെ വേറൊരു ഓപ്ഷൻ ഉണ്ടോ? അതിപ്പോ കേരള ബാങ്കിനല്ല, ഏതൊരു ബാങ്കിനാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ പറ്റുള്ളൂ. പക്ഷെ എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറഞ്ഞാണ്, തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് പറയാം. എന്റെ തോന്നലിൽ അത് ഒരു അതൊരു അവർക്ക് കിട്ടിയ ഒരു പബ്ലിസിറ്റി ആയിട്ട് മാത്രമേ എനിക്ക് അതിനെ കാണാൻ പറ്റുള്ളൂ. കാരണം നമ്മളെല്ലാവരും തമാശക്കാണെങ്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ കുറച്ച് ദിവസത്തേക്ക് 6 മാസത്തേക്ക് കറണ്ട് ബില്ല് ചൂരൽമലയിലും അവിടെ മുണ്ടക്കയത്തൊക്കെ കട്ട് ചെയ്തു, മുണ്ടക്കയത്തൊക്കെ കട്ട് ചെയ്തു എന്നും പറയുന്നുണ്ട്. അപ്പോ അത് കണ്ടപ്പോഴാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചത്, അവിടെ ഓൾറെഡി കറണ്ടോ ഒരു സാധനമല്ല. ഇനിയിപ്പോ അതിന്റെ അടുത്ത എവിടെയെങ്കിലുള്ള സ്ഥലങ്ങൾക്കാണ് 6 മാസത്തെ അവധി കൊടുത്തതെന്ന് എനിക്ക് അറിയില്ല. അവിടെ ഒന്നും ഇല്ലല്ലോ. അപ്പൊ പിന്നെ അവിടെ ഒരു 6 മാസം കറണ്ട് പൈസ മേടിക്കുക എന്ന് പറയുന്നത് ശരിയുമല്ല. പക്ഷെ അതൊക്കെ ഒരു പബ്ലിസിറ്റിയുടെ ഭാഗമായിരിക്കാം. അതിനിടെ സർക്കാർ പ്രഖ്യാപിച്ച സാലറി ചലഞ്ചിനുള്ള ഉത്തരവ് ഉടൻ ഇറങ്ങും. 5 ദിവസത്തെ ശമ്പളം ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാനാണ് സർക്കാരിന്റെ അഭ്യർത്ഥന. സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും പുറമെ വിവിധ ബോർഡുകളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും ഒക്കെ ജീവനക്കാരിൽ നിന്നും സംഭാവന സ്വീകരിക്കും. 5 ദിവസത്തെ ശമ്പളം ഒന്നിച്ചോ 3 ഗഡുക്കളായോ നൽകാൻ സൗകര്യമുണ്ടാകും. ഇതായിരുന്നു ഇന്നത്തെ ഫസ്റ്റ് ന്യൂസ് ആയിട്ട് ഞാൻ കണ്ടത്. രണ്ടാമത്തെ ന്യൂസ് ഇന്ന് 13 ഓഗസ്റ്റ് 13 2028 അടുത്ത ഒളിമ്പിക്സ് അമേരിക്കയിൽ ലോസ് ഏഞ്ചലസിൽ വെച്ചിട്ടാണ്. അതിന്റെ നമ്മളുടെ ലോസ് ഏഞ്ചലസ് ഒളിമ്പിക്സിന്റെ പ്രചാരണ വീഡിയോയിൽ നടൻ ടോം ക്രൂസ് ആണ്. അദ്ദേഹം ബൈക്കിൽ ഒളിമ്പിക്സിന്റെ ഫ്ലാഗുമായിട്ട് വരുന്ന ഒരു ഷോട്ട് കാണിക്കുന്നുണ്ട്. ലോസ് ഏഞ്ചലസിന്റെ മണ്ണിൽ ഇന്ത്യക്ക് ഒരു നഷ്ടമുണ്ട്. ആ നഷ്ടം എന്താന്ന് പറഞ്ഞാൽ, ഞാൻ ഇതിനു മുമ്പത്തെ നമ്മളുടെ ന്യൂസുകളിൽ PT ഉഷയുടെ ഒരു നമ്മുടെ അവരുടെ സെക്കൻഡിന്റെ ഒരു 100-ൽ-1 അംശം കാരണം നഷ്ടമായ ഒളിമ്പിക് മെഡൽ നഷ്ടമായിട്ടുണ്ട്. അത് 44 വർഷങ്ങൾക്ക് ശേഷം 2028 അതേ നഗരം അടുത്ത ഒളിമ്പിക്സിന് വേദിയാവും. ഇത്തവണ ആറിലൊതുങ്ങിയ ഇന്ത്യൻ മെഡൽ സ്വപ്നം US പുതിയ ചിറകു വച്ചുയരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് മാതൃഭൂമി പറഞ്ഞിരിക്കുന്നത്. പാരീസ് ടു ലോസ് ഏഞ്ചലസ് വേദിയാകുന്നത് 3-ാം തവണയാണ്. മാധ്യമ സ്വാതന്ത്ര്യം തടഞ്ഞാൽ ജനക്കൂട്ട ആധിപത്യം എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ്. അപകീർത്തി കേസ് എടുക്കുന്നതിന് മുൻപ് മതിയായ വസ്തുക്കളുണ്ടെന്ന് വിചാരണ കോടതികൾ ഉറപ്പുവരുത്തണമെന്ന് ഹൈക്കോടതി. അല്ലാത്ത പക്ഷം മാധ്യമ സ്വാതന്ത്ര്യവും അറിയാനുള്ള ജനങ്ങളുടെ അവകാശവും ഹനിക്കുന്നതിനിടയാകും. ജില്ലാ കോടതികൾ ഇക്കാര്യത്തിൽ അതിജാഗ്രത പുലർത്തണമെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. അപകീർത്തി ആരോപിച്ചുള്ള പരാതിയും ആലുവ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലെ തുടർ നടപടികളും റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മലയാള മനോരമ നൽകിയ ഹർജിയിലാണ് കോടതി പരിഗണിച്ചത്. ആരോപണവുമായി ബന്ധപ്പെട്ട് കൃത്യമായ വസ്തുതകൾ ഉണ്ടെന്ന് ഉറപ്പാക്കിയതിനു ശേഷം മാത്രമേ പത്രങ്ങൾക്കും മാധ്യമ പ്രവർത്തകർക്കുമെതിരെ കോടതികൾ നടപടി സ്വീകരിക്കാവൂ. മാധ്യമ സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്നത് ജനാധിപത്യത്തിന് പകരം ജനക്കൂട്ട ആധിപത്യത്തിലേക്കായിരിക്കും നയിക്കുക എന്നും ജസ്റ്റിസ് A ബദറുദ്ദീൻ ചൂണ്ടിക്കാട്ടി. കൃത്യമായി റിപ്പോർട്ട് ചെയ്ത വാർത്ത ആവശ്യത്തിന് തെളിവില്ലാതെ അപകീർത്തികരമാണെന്ന് പറയുന്നത് മാധ്യമ സ്വാതന്ത്ര്യം തടസ്സമാണ് എന്ന് പറഞ്ഞ് ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത് മറ്റു കോടതികൾ, ഇതിന് താഴെയുള്ള ബെഞ്ചും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കായിട്ട് US റാലി നടത്തി. ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കായിട്ട് ഞാൻ ഇത് പറയുമ്പോഴാണ്, ഈ ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷങ്ങൾ നമ്മളുടെ മനസ്സിൽ വന്നിരിക്കുന്നത് മുസ്ലിംസും ക്രിസ്ത്യൻസും ഒക്കെ തന്നെയായിരുന്നു. ഇതേസമയം ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്നത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമാണ്. അവർക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് വളരെ കുറച്ച് ആൾക്കാരുള്ളൂ. ഞാൻ ഇതൊരു വർഗീയത സംസാരിക്കുകയല്ല, ഞാനൊരു സത്യം പറയുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ കേരളത്തിലൊന്നും ആരും, വളരെ കുറച്ചു പേര്, ഒരു ഹിന്ദു ഐക്യവേദി അങ്ങനെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള സ്ഥലങ്ങളിൽ നടക്കുമ്പോൾ കേരളത്തിൽ പല പല ശബ്ദങ്ങളാണ് ഉയരാറ്. പക്ഷെ ഇതൊന്നും ഇപ്പോൾ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും എതിരെ ഒന്നും അനങ്ങുന്നില്ല. അപ്പോൾ അതാണ് മെയിൻ ആയിട്ടുള്ളൊരു ന്യൂസ്.
ഹിന്ദുക്കളടക്കമുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾ ബംഗ്ലാദേശിൽ നേരിടുന്ന ആക്രമണങ്ങൾക്കെതിരെ യുഎസിൽ പ്രതിഷേധം. ഹൂസ്റ്റണിലെ ഷുഗർലാൻഡ് സിറ്റി ഹാളിൽ ഞായറാഴ്ച നടന്ന പ്രതിഷേധത്തിൽ ഇന്ത്യയിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമുള്ള 300-ലേറെ പേർ പങ്കെടുത്തു. വിവിധ ഹിന്ദു സംഘടനകളുടെ കൂട്ടായ്മയായ ഗ്ലോബൽ വോയിസ് ഫോർ ബംഗ്ലാദേശ് മൈനോറിറ്റീസ് എന്ന സംഘടനയാണ് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ സംരക്ഷിക്കൂ എന്ന പ്രതിഷേധം സംഘടിപ്പിച്ചത്. അതൊരു അങ്ങനെയൊക്കെ ഒരു പ്രതിഷേധങ്ങൾ വരട്ടെ. നമ്മുടെ ഇങ്ങനെ ഒരു ന്യൂസ് കേരളത്തിൽ നടന്നു എന്നുള്ളത് മാതൃഭൂമിക്ക് ചെയ്യാൻ പറ്റില്ല, ആരും ചെയ്യുന്നില്ല. ഞാൻ ഇതൊരു വർഗീയത സംസാരിക്കുകയോ അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറയുമല്ല. ഇതൊരു സത്യസന്ധമായ കാര്യമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിലൊരു ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി ഒന്നുമില്ല. മൈനോറിറ്റീസ് പല സ്ഥലങ്ങളിൽ അതാത് സ്ഥലങ്ങളിൽ അത് വെച്ചിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ മൈനോറിറ്റിയാണ്. അപ്പോൾ അതിന്റെ ഒരു വലിയൊരു പ്രോബ്ലം അവിടെ നടക്കുന്നുണ്ട്. അതിനെതിരെ നമുക്കെല്ലാവർക്കും ശബ്ദിക്കാവുന്നതാണ്. ഞാൻ എന്നെ കൊണ്ടാകുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നു. രാഹുലിനെ വീണ്ടും ഇഡി ചോദ്യം ചെയ്തേക്കാട്ടോ. നാഷണൽ ഹെറാൾഡ് കേസിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ വീണ്ടും ചോദ്യം ചെയ്തേക്കാം. ഇത് 2ാം തവണയാണ്. കഴിഞ്ഞ 2022 ജൂണിൽ സോണിയാഗാന്ധിനെയും രാഹുൽ ഗാന്ധിനെയും ഒരുമിച്ചിട്ടാണ് അവര് ചോദ്യം ചെയ്തത്. ഒരു 3-4 സിറ്റിംഗിലായിട്ടാണ് ചോദ്യം ചെയ്തത്. ഇപ്പൊ വീണ്ടും 2024 ആയപ്പോൾ വീണ്ടും ചോദ്യം ചെയ്യാനായിട്ട് ഒരുങ്ങുന്നുണ്ട്. അങ്ങനെ ഒരു ന്യൂസ് ഉണ്ട്. അതേപോലെ തന്നെ കെട്ടിട നിർമ്മാണ വ്യവസ്ഥകളിൽ ഇളവുമായി സർക്കാർ വന്നിട്ടുണ്ട്. പാർക്കിങ്ങിൽ ആശ്വാസം, പെർമിറ്റിൽ 15 വർഷം, നിർമ്മാണ പെർമിറ്റ് 15 വർഷം വരെ നീട്ടി നൽകാമെന്ന് വ്യവസ്ഥയുണ്ട്. അപ്പോൾ കെട്ടിട നിർമ്മാണ വ്യവസ്ഥകളിലടക്കം ഇളവുകൾ പ്രഖ്യാപിച്ച് സർക്കാർ. നിർമ്മാണ പെർമിറ്റിന്റെ കാലാവധി 15 വർഷം വരെ നീട്ടി നൽകും. നിർമ്മാണം നടക്കുന്ന പ്ലോട്ടിൽ തന്നെ ആവശ്യമായ പാർക്കിംഗ് ഒരുക്കണമെന്നതിലൊരു ഇതിലാണ് മറ്റൊരു ഇളവ്. കെട്ടിടം നിർമ്മിക്കുന്ന പ്ലോട്ടിൽ തന്നെ പാർക്കിംഗ് ഒരുക്കണമെന്നതിലെ മാറ്റം വാണിജ്യ വ്യാപാര സ്ഥാപനങ്ങൾക്ക് ഗുണകരമാണ്. കെട്ടിടമുള്ള സ്ഥലത്ത് തന്നെ 25% പാർക്കിംഗ് വേണം. ഉടമസ്ഥന്റെ പേരിൽ 200 മീറ്ററിനകത്ത് സ്ഥലമുണ്ടെങ്കിൽ അവിടെ 75% വരെ അനുവദിക്കാം. മറ്റിളവുകൾ എന്താന്ന് പറഞ്ഞാൽ ഗാലറി ഇല്ലാത്ത ടർഫുകൾക്ക് പാർക്കിങ്ങിൽ ഇളവ് നൽകും. സ്കൂൾ, കോളേജ്, ഹോസ്റ്റൽ കെട്ടിടങ്ങൾക്ക് ഫ്ലോർ ഏരിയ അനുസരിച്ചുള്ള കാർ പാർക്കിംഗ് എന്നതിനും മാറ്റം. നിലവിൽ പ്ലോട്ടിന്റെ അളവിൽ ഏതെങ്കിലും കാരണത്താൽ വ്യത്യാസം വന്നാൽ വിൽപ്പന, ദാനം, റോഡിന് വിട്ടു നൽകൽ, ഭൂമി അധികമായി നേടൽ പെർമിറ്റ് റദ്ദാക്കും. എന്നാൽ വിസ്തൃതിയിൽ കുറവോ കൂടുതൽ വന്ന ശേഷവും മറ്റു വിധത്തിൽ ചട്ടലംഘനമില്ലെങ്കിൽ പെർമിറ്റ് നിലനിൽക്കുന്ന വിധം വ്യവസ്ഥകൾ പരിഷ്കരിക്കാം. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഡെവലപ്മെന്റ് പെർമിറ്റ് എടുക്കാതെ സ്ഥലം ചെറിയ പ്ലോട്ടുകളാക്കി വിൽക്കുമ്പോൾ പൊതു സൗകര്യം ഇല്ലാതാകാറുണ്ട്. ഇതുമൂലം ചെറു പ്ലോട്ട് ഉടമകൾക്ക് പെർമിറ്റ് കിട്ടാത്ത സാഹചര്യം ഒഴിവാക്കും. ഡെവലപ്പർമാർക്കെതിരെ നിയമ നടപടിയും എടുക്കും എന്ന് പറഞ്ഞ ന്യൂസ് ഉണ്ട്. പെർമിറ്റിനുള്ള അപേക്ഷ നിരസിച്ചാൽ തിരുവനന്തപുരത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ട്രിബ്യൂണലിലാണ് ഇപ്പോൾ അപ്പീൽ നൽകേണ്ടത്. പകരം ജില്ലാതല ഉദ്യോഗസ്ഥരെ ചേർത്ത് 1ാം അപ്പലേറ്റ് അതോറിറ്റി ഉണ്ടാക്കും. ലൈസൻസുകളിലും ഇളവ് വന്നിട്ടുണ്ട്. വാണിജ്യ വ്യവസായ സേവന ലൈസൻസ് ഫീസിനുള്ള സ്ലാബുകളുടെ എണ്ണം കൂട്ടും. ലൈസൻസ് എടുക്കുന്നത് വൈകിയാൽ 3-4 ഇരട്ടി പിഴ ഈടാക്കില്ല. നിയമലംഘനമില്ലെങ്കിലാണ് പിഴയിൽ ഇളവ്. വീടിനോട് ചേർന്നുള്ള ചെറുകിട വ്യവസായങ്ങൾ, ഉൽപാദക വാണിജ്യ സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് നൽകാനും ഇപ്പോൾ വ്യവസ്ഥയില്ലാട്ടോ. ചട്ടങ്ങളിൽ മാറ്റം വരുത്തുന്നുണ്ട്. ഇപ്പൊ വ്യവസ്ഥയില്ല, ചട്ടം വരാൻ പോവാണ്. അതേപോലെ തന്നെ ദേശീയ റാങ്കിങ്ങിൽ കേരളയ്ക്ക് 9ാം റാങ്കാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റാങ്കിംഗ് ഫ്രെയിം വർക്ക് പുറത്തിറക്കിയ രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പട്ടികയിൽ സംസ്ഥാന പൊതു സർവകലാശാലകളുടെ വിഭാഗത്തിൽ കേരള സർവകലാശാലയ്ക്ക് 9ാം സ്ഥാനം, കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല 10ാം സ്ഥാനം, MG സർവകലാശാല 11ാം സ്ഥാനങ്ങളിൽ കരസ്ഥമാക്കി. കോഴിക്കോട് IIM മാനേജ്മെന്റ് സ്കൂളുകളുടെ പട്ടികയിൽ 3ാം സ്ഥാനത്തുണ്ട്. ആർക്കിടെക്ചറൽ ആൻഡ് പ്ലാനിംഗ് മേഖലയിൽ പട്ടികയിൽ കോഴിക്കോട് NIT 3ാം സ്ഥാനത്തേക്ക് സ്വന്തമാക്കി. അങ്ങനെ ന്യൂസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ കായിക കേരളത്തിന്റെ ആചാരന് വിട. കായിക പരിശീലകൻ SS കൈമൾ അന്തരിച്ചു. പാലക്കാട്, കൊച്ചി കായിക കേരളത്തെ കുതിപ്പിന്റെ ട്രാക്കിലെത്തിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച അത്ലറ്റിക് പരിശീലകൻ ഡോക്ടർ SS കൈമൾ KN ശിവശങ്കർ കൈമൾ 82 വയസ്സ്. അദ്ദേഹം അന്തരിച്ചു. എറണാകുളത്തെ മകന്റെ വീട്ടിൽ തിങ്കളാഴ്ച കുഴഞ്ഞു വീണതിനെ തുടർന്നാണ് ആശുപത്രിയിൽ കൊണ്ടുപോയി മരിക്കുകയായിരുന്നു.
അദ്ദേഹത്തിന്റെ ആത്മാവിന് വേണ്ടി നമുക്ക് നിത്യശാന്തിക്കായി പ്രാർത്ഥിക്കാം. അർദ്ധ സൈനിക OPS സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട്. സൈനികർക്കെന്ന പോലെ അർദ്ധ സൈനികർ എന്ന് വിളിക്കുന്ന കേന്ദ്ര സായുധ പോലീസ് സേനാംഗങ്ങളുടെ പഴയ പെൻഷൻ പദ്ധതി OPS നടപ്പാക്കണമെന്ന് ഡൽഹി ഹൈക്കോടതി വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. കഴിഞ്ഞ വർഷം ജൂലൈ 9 ഹൈക്കോടതി വിധി സുപ്രീം കോടതി താൽക്കാലികമായി സ്റ്റേ ചെയ്തിരുന്നു. ഇതാണ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ച് തിങ്കളാഴ്ച സ്ഥിരപ്പെടുത്തിയത്. അർദ്ധ സൈനികർക്കും OPS നടപ്പാക്കാൻ 8 ആഴ്ചയ്ക്കകം കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കണമെന്നാണ് ഹൈക്കോടതി 2023 ജനുവരി 12 ഉത്തരവിട്ടത്. അടുത്തൊരു ന്യൂസ് എന്ന് പറയുന്നത് സഹകരണ റിസ്ക് ഫണ്ട് സമയപരിധി കഴിഞ്ഞ അപേക്ഷകളും പരിഗണിക്കും. ഈ റിസ്ക് ഫണ്ട് എന്താണെന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം. സംഘങ്ങളിൽ നിന്ന് കാർഷികേതര വായ്പ എടുക്കുന്നവർ വായ്പാ കാലാവധി കഴിഞ്ഞ് 6 മാസത്തിനുള്ളിലോ മരിച്ചാൽ 3 ലക്ഷം രൂപ വരെയുള്ള കടബാധ്യത ഒഴിവാക്കുന്നതാണ് റിസ്ക് ഫണ്ട് സംവിധാനം. വായ്പക്കാരന് മാരക രോഗം ബാധിച്ച് തിരിച്ചടവ് മുടങ്ങിയാലും ഇളവ് ലഭിച്ചേക്കും. ആർക്കൊക്കെ എന്നുള്ളതാണ് ഈ ഒരു ഇളവ് ലഭിക്കുന്നത്. അർബുദ ബാധിതർ, വൃക്കരോഗം മൂലം ഡയാലിസിസിന് വിധേയരായവർ, ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞവർ, പക്ഷാഘാതമോ അപകടം മൂലമോ ശരീരം തളർന്ന് കിടപ്പിലായവർ, HIV പോസിറ്റീവായവർ, ഇത്തരം പേർക്കാണ് ആ റിസ്ക് ഫണ്ട് സഹകരണ റിസ്ക് ഫണ്ടിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുക. സഹകരണ സംഘങ്ങളിൽ നിന്ന് വായ്പ എടുത്തവർക്ക് മരിച്ചാൽ വായ്പ തുകയിൽ ഇളവ് നൽകുന്ന റിസ്ക് ഫണ്ടിനുള്ള അർഹമായ അപേക്ഷകൾ ഇനി 6 മാസം കഴിഞ്ഞാൽ പരിഗണിക്കും. സഹകരണ വികസന ക്ഷേമനിധി ബോർഡിന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാവും നടപടി. ഇതിനായി അപേക്ഷകരുടെ സാമൂഹിക സ്ഥിതി കൂടി പരിഗണിക്കും. തിരിച്ചടവ് 6 മാസത്തിലേറെ മുടങ്ങിയ വായ്പകളിൽ അപേക്ഷകരുടെ സ്ഥിതി പരിശോധിച്ച ശേഷം തീരുമാനമെടുക്കും. മാരക രോഗം ബാധിച്ച വായ്പക്കാർ 70 വയസ്സ് പിന്നിട്ടവരാണെങ്കിൽ ആനുകൂല്യം ലഭിക്കില്ലെന്ന വ്യവസ്ഥയിലും ഇളവ് നൽകുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ലഭിച്ച 11 അപേക്ഷകളിലായി സംസ്ഥാനത്ത് 12.46 ലക്ഷം രൂപയാണ് കടബാധ്യത ഒഴിവാക്കാൻ തീരുമാനിച്ചതായി അധികൃതർ പറഞ്ഞിട്ടുണ്ട്. ഇത്തരം ന്യൂസാണ് ഫ്രണ്ട് പേജിലുള്ളത്. ഇനി നമ്മൾ നേരെ പോകാൻ പോകുന്നത് ഇതിന്റെ സെക്കൻഡും തേർഡിലേക്കാണ്. ഇതിൽ നാട്ടുവർത്തമാനങ്ങളുണ്ട്. നമ്മളുടെ അതുപോലെ തന്നെ സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളുടെ പരേഡും റിഹേഴ്സലും ഒക്കെ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ ഒരു ആനവരയിൽ കുട്ടിഭാവനകൾക്ക് തലപ്പൊക്കം എന്ന് പറഞ്ഞിട്ട് ലോക രജദിനത്തിൽ ഗുരുവായൂർ ദേവസ്വം മാതൃഭൂമിയും ചേർന്ന് നടത്തിയ ആനവര മത്സരവേദിയിലെത്തിയ കൊമ്പൻ ജൂനിയർ വിഷ്ണു തുമ്പിക്കയുയർത്തി അഭിവാദ്യം അർപ്പിക്കുന്ന ഒരു ഫോട്ടോയൊക്കെ ആയിട്ട് അത് നല്ല രസമായിട്ട് അതൊരു വലിയ ഷെഡിൽ നല്ല രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള പരിപാടികളാണ്. നടക്കട്ടെ. അതേപോലെ തന്നെ 2 ജില്ലകളിൽ നിന്ന് ഓറഞ്ച് അലർട്ടാണ്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകൾക്ക് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം ചൊവ്വാഴ്ച ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഇവിടെ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. മഞ്ഞ മുന്നറിയിപ്പ് കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, തെക്കൻ കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 55 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ കേരളത്തിൽ വേറെ സ്ഥലമൊന്നും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും മഞ്ഞ മുന്നറിയിപ്പുണ്ട് ഓൾമോസ്റ്റ്. അടുത്ത് നമ്മൾ 4ലേക്കും 5ലേക്കും വരുമ്പോഴത്തേനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ റാങ്കിംഗ് പട്ടികയിൽ മികച്ച 100 കോളേജുകളിൽ കേരളത്തിൽ 16 മികച്ച 100 കോളേജുകളുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ കോളേജുകൾ ഞാനൊന്ന് പറയാം. റാങ്ക് 20 വന്നിട്ട് രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസ്, 22 വന്നിരിക്കുന്നത് യൂണിവേഴ്സിറ്റി കോളേജ് തിരുവനന്തപുരം, 46 വന്നിരിക്കുന്നത് സെയിന്റ് തെരേസസ് കോളേജ് എറണാകുളം, 48 സേക്രഡ് ഹാർട്ട് കോളേജ്, 49 ഗവൺമെന്റ് വിമൻസ് കോളേജ് തിരുവനന്തപുരം, 53 മഹാരാജാസ് കോളേജ്, സെന്റ് തോമസ് കോളേജ് തൃശ്ശൂരിൽ 57 റാങ്കിങ്. അതേപോലെ തന്നെ സെന്റ് തോമസ് കോളേജ് തൃശ്ശൂർ വന്നിട്ടുണ്ട്. സെന്റ് ജോസഫ് കോളേജ് 61 ദേവഗിരിയിൽ വന്നിട്ടുണ്ട്. ബിഷപ്പൂർ കോളേജ് ആലപ്പുഴ വന്നിട്ടുണ്ട്. മാർ ഇവാനിയസ് കോളേജ് 66 വന്നിട്ടുണ്ട്. SB കോളേജ് 69, മാർ എത്തനേഷ്യസ് കോളേജ് 74, കോതമംഗലത്തെ MA കോളേജ്, പിന്നെ അതുപോലെ വിമല കോളേജ് തൃശ്ശൂർ 80 സ്ഥാനത്ത്, ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് 84 സ്ഥാനത്ത്, സെന്റ് ജോസഫ് കോളേജ് തൃശ്ശൂർ 85, CMS കോളേജ് കോട്ടയം 92 സ്ഥാനത്താണ്. 100 കോളേജുകളിൽ നമ്മളുടെ ഏകദേശം 16 കോളേജുകളോളം നമ്മളുടെ ഉണ്ട് കേരളത്തിലെ. വെരി ഗുഡ്, നല്ലതാണ്. അത് കൂടി വരട്ടെ. പിന്നെ അതേപോലെ തന്നെ വളരെ ഇതിൽ നമ്മൾ പ്രധാനപ്പെട്ട ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു ഹിൻഡൻബർഗിൽ അത് രാഷ്ട്രീയമാണോ എന്ന് പറഞ്ഞിട്ട് അതിൽ ഇന്ന് അവർ ആരോപിച്ചിരിക്കുകയാണ്. ഹിൻഡൻബർഗ് ആരോപണങ്ങളിൽ അടിതെറ്റി വീഴാതെ വിപണി. ഇന്നലെ വിപണി അത്ര മോശമായില്ല, എല്ലാവരും ഒന്ന് പേടിച്ചിരുന്നു. പക്ഷെ എല്ലാവരും ട്രേഡേഴ്സ് എല്ലാവരും നന്നായിട്ട് നല്ല രീതിയിൽ അതിനെ പോയി. പക്ഷെ അദാനിയുടെ ഗ്രൂപ്പിൽ 10ൽ 8 കമ്പനികളുടെ ഓഹരി വില ഇടിഞ്ഞു പോയിട്ടുണ്ട്. അത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ വരും. പിന്നെ അതേപോലെ തന്നെ ഇവര് സെബിയുടെ ചെയർമാന് എതിരെ കോൺഗ്രസ് ആരോപിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിനെതിരെ CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ
ഇവർ തിരിച്ചു പറയുന്നു ഇതൊരു രാഷ്ട്രീയമാണ് എന്ന് പറയുന്ന ഒരു ഗൂഢാലോചനയും കാര്യങ്ങളും ഉണ്ടെന്നൊക്കെ സംശയിക്കുന്നതായിട്ട് പറയുന്നു. സമ്പദ് വ്യവസ്ഥയെ തകർക്കാൻ നീക്കം ഗൂഢാലോചന സംശയിക്കുന്നത് ഹിൻഡൻബർഗ് ഇപ്പൊ ഇദ്ദേഹത്തിന് അദാനിയുടെ ഇതില് ഫണ്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ടൊക്കെ തന്നെയാണ് ഇവന്മാര് പറയുന്ന കാര്യം. ഹിൻഡൻബർഗ് വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ സെബി മേധാവി രാജിവെക്കണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. അത് സ്വാഭാവികം. അപ്പൊ അടുത്തായിട്ട് നമ്മൾ വായിക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെയാണ്. ഒരു ഫോട്ടോ ഞാനിപ്പോൾ ഇവിടെ ഇടാം, നിങ്ങൾ നോക്കിക്കോളൂ. സ്കൂൾ വിദ്യാർത്ഥിനി അപകടമായ രീതിയിൽ സ്കൂട്ടറിൽ പിന്നിലിരുത്തി ഹെൽമെറ്റ് ധരിക്കാതെ തിരക്കേറിയ കാക്കനാട് വാഴക്കാലയുടെ ഇരുചക്ര വാഹനം ഓടിക്കുന്ന യുവതി. നമ്മുടെ കേരളത്തിലാണ്. അവർ ഹെൽമെറ്റ് വെച്ചിട്ടില്ല. ചിലപ്പോൾ അവരുടെ കളറൊക്കെ മുടിയൊക്കെ കളർ ചെയ്തപ്പോൾ മുടിയൊക്കെ പോകുന്നു വിചാരിച്ചിട്ടായിരിക്കും. തലയ്ക്ക് അത്രയ്ക്ക് വിലയുള്ളൂ, പക്ഷെ മുടിക്ക് അതിൽ കൂടുതൽ വിലയുണ്ട്. നല്ല വില കൊടുത്താണ് കളർ ചെയ്യുന്നത്. അപ്പൊ ഈ കൊച്ചിന് ചിലപ്പോൾ വാശി പിടിച്ചിട്ടായിരിക്കും ഇങ്ങനെ ഇരുത്തിയാലേ ഞാൻ ഇന്ന് പോകുന്നു പറഞ്ഞിട്ടുണ്ടാവും. അമ്മ അതുകൊണ്ട് കേട്ടായിരിക്കും. പക്ഷെ ഇങ്ങനെ ചെയ്താൽ ഒരു കാര്യമില്ല. നമുക്ക് നമ്മളുടെ കുഞ്ഞുങ്ങൾ വലുതാവുന്നതും അവര് നന്നായിട്ട് ജീവിക്കുന്നതൊക്കെ കാണണ്ടേ. അപ്പൊ അതിന് നമ്മൾ ഹെൽമെറ്റ് വെക്കണമെങ്കിൽ ഹെൽമെറ്റ് വെക്കണം. അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക. നമ്മൾ ഇവിടുന്ന് തൊട്ടപ്പുറത്ത് ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആരും അങ്ങനെ ചിലപ്പോൾ വേണ്ട എന്ന് വിചാരിക്കാറുണ്ട്. പക്ഷെ അതുപോലും ചെയ്യരുതെന്നാണ്. അവരുടെ ഹെൽമെറ്റോ അവരുടെ ആ കുട്ടിയുടെ മുഖമോ അവർ കാണിച്ചിട്ടില്ല. അത് നല്ലൊരു കാര്യമാണ്. കാരണം അത് നന്നായി. പക്ഷെ ഇവരെ അറിയുന്നവർക്കും ഇവരുമായി ബന്ധമുള്ളവർക്കും മനസ്സിലാവും ഇതാരാണെന്ന്. അത്ര മതി. അവർക്ക് തിരിച്ചറിഞ്ഞാൽ മതി. ഇത് വേറെ ജനങ്ങൾ അവരാരാണെന്ന് അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ജനസംഖ്യ 2036 152.2 കോടിയാകും കേട്ടോ. സ്ത്രീ സാന്നിധ്യമേറും. മെൻ ആൻഡ് വിമൻ ആൻഡ് ഇന്ത്യ റിപ്പോർട്ടാണ് ഇത് വന്നിരിക്കുന്നത്. അടിപൊളി. അത് കറക്റ്റ്. അടുത്തായിട്ട് നമ്മൾ 8ലേക്കും 9ലേക്കും പോകുമ്പോൾ ഇതിൽ കൂടുതലും നാട്ടുവർത്തമാനങ്ങളും ഇവിടുത്തെ സ്കൂളുകളിൽ നടന്നു. പിന്നെ ഇന്നലെ ഗജ ദിനമായതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് അവിടുത്തെ നമ്മുടെ കോടനാട് ഒരു ആന കളരിയുണ്ട്. അവിടെ ആനയൂട്ടും ആഭരണങ്ങളൊക്കെ അണിഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആനകളുടെ ഫോട്ടോയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ലാസ്റ്റ് ചരമക്കുളത്തിൽ ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് എല്ലാ ദിവസവും ഇങ്ങനെ കുറെ ഫോട്ടോസ് ഉണ്ട്. ഫോട്ടോസ് ഇല്ലാത്തവരും മരിച്ചിട്ടുണ്ട്. പക്ഷെ ഇവർ കൊടുക്കുന്ന കുറെ പേരുണ്ട്. പിന്നെ ഒളിമ്പിക്സ് സ്പോർട്സ് പേജിൽ നമ്മളുടെ ഹോളിവുഡിന്റെ ടോം ക്രൂസ് അതിൽ പരസ്യത്തിൽ അഭിനയിക്കുന്നതൊക്കെ ആയിട്ടുള്ളത്. അത് കഴിഞ്ഞ് ലാസ്റ്റ് പേജിലേക്ക് വന്നു US അന്തർവാഹിനി പശ്ചിമേഷ്യയിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇറാന്റെ ഭീഷണി. തെക്കൻ ഗാസയിൽ വ്യാപക ഒഴിപ്പിക്കൽ നടക്കുന്നുണ്ട്. മധ്യ ഗാസയിൽ നസുറയ്ക്ക് അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്ന വീടിന് മുന്നിൽ ഇരിക്കുന്ന പലസ്തീൻ കുട്ടിയുടെ ഒരു ഫോട്ടോയും കാര്യങ്ങളും കഷ്ടമാണ്. പണമില്ല. ബംഗ്ലാദേശിൽ ബിസിനസ് മേഖല പ്രതിസന്ധിയിലാണ്. അതും പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിന്റെ തുടർ നീക്കം നേതൃയോഗം ഇന്ന്. അതേപോലെ തന്നെ വയനാട്ടിൽ വിദഗ്ധ സംഘത്തിന്റെ പരിശോധന ഇന്ന് മുതലുണ്ട്. ചാലിയാറിൽ തിരിച്ചറിൽ ഒരു മൃതദേഹം 3 ശരീരഭാഗങ്ങളും കിട്ടി. അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കറിയില്ല. താൽക്കാലിക പുനരധിവാസം ഈ മാസം തന്നെ നടക്കേണ്ടത്. ഞാൻ പറഞ്ഞില്ല 250 വാടക വീടുകളിലേക്ക് അവർ മാറ്റുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ഇന്നലത്തെ ന്യൂസിലുണ്ടായിരുന്നു. അത് എത്രയും പെട്ടെന്ന് നടത്തുന്നുണ്ട്. പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ പിണറായി സർക്കാർ മിക്കവാറും കേരളത്തിന്റെ നേട്ടങ്ങൾ ഉൾപ്പെടുത്തി 5 സംസ്ഥാനങ്ങൾ 90 സെക്കൻഡിന്റെ തിയേറ്റർ പരസ്യം വരുന്നുണ്ട്. അപ്പൊ എല്ലാ തിയേറ്റേഴ്സിലേക്കും പരസ്യം വരുന്നുണ്ട്. എന്തായാലും മുഖച്ഛായ മെച്ചപ്പെടുത്തിയേ പറ്റൂ. കോട്ടയം നഗരസഭയിൽ തട്ടിപ്പ് 3 ജീവനക്കാർക്ക് സസ്പെൻഷൻ. അന്വേഷണം വിജിലൻസിന്. 15കാരനെ പീഡിപ്പിച്ച കേസിൽ ഉസ്താദിന് 86 വർഷം തടവും പിഴയും. ഇത്ര. മുല്ലപ്പെരിയാർ അണക്കെട്ട് ആശങ്ക വേണ്ടെന്ന് ലാസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് ആയിട്ടുള്ളത്. ആശങ്ക വേണ്ടെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ കാര്യത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന്, ഇതിന്റെ സുരക്ഷ സംബന്ധിച്ച വിഷയത്തിൽ സർക്കാർ ജനങ്ങൾക്കൊപ്പമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ. മഴക്കാല സുരക്ഷാ നടപടികൾ വിലയിരുത്താൻ ഇടുക്കി കളക്ടറേറ്റിൽ നടത്തിയ ഉദ്യോഗസ്ഥ തല യോഗത്തിന് ശേഷമാണ് മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചത്. മുല്ലപ്പെരിയാറിന്റെ പുതിയ അണക്കെട്ടിന്റെ വേണമെന്നതാണ് സംസ്ഥാനത്തിന്റെ ആവശ്യം. ഇക്കാര്യത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒറ്റക്കെട്ടാണ്. ഇത് സംബന്ധിച്ച് തമിഴ്നാടും കേരളവും തമ്മിൽ കേസ് നിലവിലുണ്ട്. സുപ്രീം കോടതിയുടെ അനുകൂല ഉത്തരവ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ഇക്കാര്യം കോടതിക്ക് പുറത്ത് ചർച്ചയ്ക്ക് പരിഹരിക്കാനാകുമോ എന്നും പരിശോധിക്കുന്നുണ്ട്. ഇത് കുറെ നാളെ പരിശോധിക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പൊ സംസാരിക്കുന്നു പറഞ്ഞിട്ട്. ഡാം മാനേജ്മെന്റ് സംവിധാനം കാര്യക്ഷമമാക്കുന്നതിനായി ഇരു സംസ്ഥാനങ്ങളിലെയും ഉദ്യോഗസ്ഥ തല ഏകോപനം കൂടുതൽ ശക്തിപ്പെടുത്തും. സുരക്ഷാ മുൻകരുതൽ സംബന്ധിച്ച് മുന്നൊരുക്കം പദ്ധതി തയ്യാറാക്കാനും ഇതിനായി ഉദ്യോഗസ്ഥർക്ക് ചുമതല നൽകാനും ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരിയെ ചുമതലപ്പെടുത്തി. മുല്ലപ്പെരിയാറിന്റെ പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നതിന് പാരിസ്ഥിതിക അനുമതി ലഭിക്കേണ്ടതുണ്ടെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. നിലവിലുള്ള അണക്കെട്ടിനെ താഴെ പുതിയ അണക്കെട്ട് നിർമ്മിക്കാൻ
വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു. 2018 പ്രളയത്തിന് ശേഷം പുതുക്കിയ DPR തയ്യാറാക്കി നൽകിയിട്ടുണ്ട്. ഒരു ആശങ്കപ്പെടേണ്ടെന്നാണ് നമ്മളുടെ ഗവൺമെന്റ് പറയുന്നത്. ഇന്നലെ ഇടുക്കി കളക്ടറേറ്റിൽ വെച്ച് അവിടെ ഒരു യോഗം ഉണ്ടായിരുന്നു, അവലോകനം ഉണ്ടായിരുന്നു. അതിനുശേഷം പുതിയ ഡാം വേണമെന്നുള്ളതാണ്. ജനങ്ങളോടൊപ്പമാണ് എന്ന് പറയുമ്പോഴും നമുക്കിതിന്റെ ആശങ്കയൊന്നും അകലുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. പിന്നെ ഇതൊക്കെ പറയുമ്പോൾ നമുക്കൊരു സമാധാനം, സന്തോഷം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഓഗസ്റ്റ് 13 ഇത്രയുമാണ് എന്റെ പത്രവായന. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. മാക്സിമം നമ്മൾ ഫാസ്റ്റാക്കി ഞാൻ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. എന്തെങ്കിലും നിങ്ങളുടെ മെസ്സേജുകൾ ഇങ്ങനെ ആക്കണം എന്നുള്ളത് നിങ്ങൾ ഉറപ്പായിട്ട് എന്നോട് പറയണം. അങ്ങനെ പറയുമ്പോഴാണ് എനിക്ക് കൂടുതൽ നന്നാക്കാൻ സാധിക്കുക. എല്ലാം അതേപോലെ തന്നെ നമ്മുടെ മുല്ലപ്പെരിയാറിന്റെ ഫസ്റ്റ് വീഡിയോ 10,000 കടന്നു പോവുകയാണ്. അതിൽ വലിയ സന്തോഷമുണ്ട്. എല്ലാവരുമായിട്ടും ഞാൻ പങ്കുവെക്കുന്നു. ഇനിയും മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വേറൊന്നും പറയാനില്ല. ഒരു നല്ല ദിവസം, നല്ല ആഴ്ച ഞാൻ ആശംസിക്കുന്നു. ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവദാസ്, തൽക്കാലം സൈനിങ് ഓഫ്.